നമസ്കാരം. നമ്മുടെ അഭിനവ കുണ്ടമൺ ഗാന്ധി സ്വാതന്ത്ര്യ സമരം അയാൾ വീണ്ടും ടി വി ചാനലുകളിൽ വന്നാൽ ജനം തയ്യാറെടുത്ത് നിൽക്കുകയാണ് തല്ലിക്കൊല്ലാൻ. വരാതിരിക്കുക നല്ലത്. നമസ്കാരം. നമ്മളുടെ താഴമൻ ഗാന്ധി സ്വാതന്ത്ര്യ സമരം നിരാഹാരം, അവനും നമ്മളുടെ പൾസർ സുനി കൊട്ടേഷൻ, ഇത് രണ്ടും സത്യത്തിൽ ഒരേ വണ്ടിക്ക് പൂട്ടാവുന്ന രണ്ട് മുതുകാളകളാണ്. വല്ലവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജയിലിൽ പോയിട്ട് ഉണ്ട തിന്നുന്നവര്. ഒരാൾ ജനപ്രിയന് വേണ്ടിയിട്ട്, ജനപ്രിയന് നടിയോട് പകയുണ്ട്, ആ പക തീർക്കുക എന്നുള്ള അയാളുടെ ഇംഗിതം സാധിച്ചെടുക്കാൻ അയാൾക്ക് നേരിട്ട് വരാൻ പറ്റില്ല, അയാളുടെ ധൈര്യമില്ല. അപ്പം അതിനുവേണ്ടി കൂലി വാങ്ങിയിട്ട് ഒരുത്തൻ ആ പണി ചെയ്തു വെച്ചു. എന്നിട്ട് 9 വർഷം ജയിലിനുള്ളിൽ പോയി. നല്ല കാലഘട്ടം ജയിലിനകത്ത്. അതാണ് പൾസർ സുനി എന്ന് പറയുന്ന കഴുതച്ചേട്ടൻ. ഇനി 12-ന് അറിയാം ഇനി എത്ര കാലം കൂടി ജയിലിൽ കിടക്കണം എന്നുള്ള കാര്യം. ഇനി 12-ാം തീയതി അറിയാം എത്ര കാലം ഇനി സർക്കാർ ഉണ്ടതിനിടമെന്ന്. മറ്റേ കഴുത കുണ്ടമൺ കണ്ടരാര്, കുണ്ടമൺ മഠം സ്വാതന്ത്ര്യ സമരം ഗാന്ധി, അഭിനവ ഗാന്ധി. അതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. അതാണ് ആരോ നടത്തിയ പീഡനം. ആരോ 2 പേര് അന്യോന്യം അറേഞ്ച് ചെയ്ത് ഉഭയസമ്മതത്തോടു കൂടി നടത്തിയ പീഡനം. ആർക്കും ഉണ്ടാക്കി കൊടുത്ത ഗർഭം, ആരോ നടത്തിയ ഗർഭഛിദ്രം, എവിടെയോ ഉണ്ടാക്കിയത്, എപ്പോഴോ ഉണ്ടാക്കിയത്. നമ്മൾ കേട്ടിട്ടുണ്ട് വേലിയിൽ കിടക്കുന്ന പാമ്പിനടുത്ത് കോണത്തിനകത്ത് കൊണ്ടുവച്ചു എന്ന്. അതൊരു പഴഞ്ചൊല്ലായിട്ടാണ് ഇത്രയും കാലം നമ്മൾ കരുതിയത്. ഇപ്പം ഈ മരപ്പൊട്ടനത് പ്രാവർത്തികമാക്കി മാറ്റിയിട്ടുണ്ട്. താഴമൺ സ്വാതന്ത്ര്യ സമര ഗാന്ധി അയാൾ സ്വയം എപ്പോഴും പറയും ഞാനൊരു വക്കീലാന്ന്. എനിക്കറിയില്ല LLB കഴിഞ്ഞോ എന്നറിയില്ല. ഏതായാലും കോടതിയിൽ മറ്റൊരാൾക്കാണ് വക്കാലത്ത് കൊടുത്തത്. വക്കാലത്തും കൊടുത്തു, പണവും കൊടുക്കണമല്ലോ. വക്കാലത്തും കൊടുത്തു, പണവും കൊടുത്തു. ആ വക്കീല്, ഇയാളുടെ വക്കാലത്ത് ഏറ്റെടുത്ത വക്കീല് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്, പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ കക്ഷി ഒരു മന്ദബുദ്ധിയാണെന്ന്. എവിടെയും കേട്ടിട്ടുണ്ടോ? സ്വന്തം കക്ഷി ഇകഴ്ത്തി പറയുക, അപകടത്തിൽപ്പെടുത്തുക, അങ്ങനെ വക്കീലിനെ കുറിച്ച് എവിടെയും കേട്ടിട്ടുണ്ടോ? പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യ സമരം. അതെവിടെ പോകുമ്പോഴും കാണിക്കും, ദേ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പുരുഷ കമ്മീഷൻ, അതിന് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യ സമരം. പക്ഷേ ശബരിമല കാര്യം വരുന്ന സമയത്ത് പൂജ ചെയ്യാനുള്ള അവകാശം പൂജ അറിയാവുന്ന സർവർക്കും ആർക്കും ഉണ്ട് എന്ന വിഷയം വരുമ്പോൾ അവിടെ ഈ പൊട്ടനൊരു നമ്പൂരി കമ്മീഷനായി മാറും. ആ സമയത്ത് എല്ലാ പുരുഷന്മാർക്കും, പൂജ അറിയുന്ന എല്ലാ പുരുഷന്മാർക്കും ശബരിമലയിൽ പൂജയാകാം എന്ന് പറയാൻ നാവ് പൊന്തില്ല. എന്തായാലും ഉണ്ണാവ്രതം, തമിഴ്നാട്ടിൽ ഉണ്ണാവ്രതം എന്ന് പറയും നിരാഹാരം. ഈ ഉണ്ണാവ്രതം പണ്ടൊരിക്കലൊരു തമിഴ് നേതാവ് അയാൾ കടലോരത്ത് ചെന്ന്, ഞാനിപ്പോൾ ഇവിടേക്ക് പോവുകയാണ്, മറ്റേ സിലോണിലേക്ക് പോവുകയാണ്, ശ്രീലങ്കയിലേക്ക് പോവുകയാണ്, അവിടെയുള്ള തമിഴ് പുലികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് 2 ബോട്ടൊക്കെ വാടകയ്ക്ക് എടുത്ത് കടലോരത്ത് കൊണ്ടിട്ട് ഞാനിപ്പോൾ പോവും എന്നും പറഞ്ഞവിടെ നിന്ന്. അന്ന് MGR ആണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇയാൾ പറഞ്ഞ് എപ്പോൾ പോവും, അടുത്ത മണിക്കൂറിൽ പോവും, അടുത്ത സെക്കൻഡിൽ പോവും,
എം ജി ആർ ഒന്നും മിണ്ടുന്നില്ല. അവസാനം കുറേ ആൾക്കാർ ചെന്ന് എം ജി ആറിനെ കാണാൻ ശ്രമിച്ചു, കാണാൻ സമ്മതിച്ചില്ല. വേറെ കുറേ ആൾക്കാർ ചെന്ന് കണ്ടു. ദേ നമ്മുടെ നേതാവ്, അയാൾ വേറെ കക്ഷിയിലെ നേതാവാ, ദേ ഇവിടേക്ക് പോകാൻ, ജാഫ്നയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്, ശ്രീലങ്കയിലേക്ക്. ഓ, ഈ എം ജി ആറിൻ്റെ ഭാഗത്ത് യാതൊരു റെസ്പോൺസും ഇല്ല. ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ജാഫ്നയിൽ പോവുക, വെടികൊണ്ട് ചാവുക. ഏതായാലും അവസാന നിമിഷം വരെ ശ്രമിച്ചു. എം ജി ആറിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഭരണതലത്തിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് നിങ്ങൾ പോകരുത് എന്ന് പറയാൻ വേണ്ടി ഒരു വാക്ക്, ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വന്നില്ല. അവസാനം എന്തായി? അയാളുടെ പരിപാടി അവസാനിപ്പിച്ചു. ഇത് തന്നെയാണ് ഇവിടെ ജാമ്യം കിട്ടാനുള്ളൊരു ഗിമ്മിക്രി ആയിട്ടാണ് ഇവിടെ ഉണ്ണാവൃതം നടത്തിയത്. ഞാൻ ഇപ്പം ചാവാൻ പോവാണ്, മരണം വരെ ഉണ്ണാവൃതം. കോടതി അത് മനസ്സിലാക്കി. ആയിക്കോട്ടെ. സാധാരണഗതിയിലാണെങ്കിൽ ഒരു കേസിന് 2-2.5 വർഷം, മാക്സിമം 2.5 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഈ ശിക്ഷ കിട്ടുന്നൊരു കേസ് മാത്രമല്ല. അതിന് ജാമ്യം കിട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല, കൊലപാതക കേസൊന്നും അല്ലല്ലോ. പക്ഷേ ഇയാളുടെ ഈ ഗിമ്മിക്രി കണ്ടപ്പോഴെന്തായി? എം ജി ആർ ചെയ്ത പോലെ, ആയിക്കോളോ, ഞാൻ ഊണ് കഴിക്കില്ല, ആയിക്കോളോ, ആഹാരം കഴിക്കില്ല, വേണ്ട. അവിടെ വരുന്ന അപേക്ഷകളെല്ലാം തള്ളി. അതിന് കാരണം പറയുന്നത് ഗിമ്മിക്രിയാണ്, അന്വേഷണത്തെ വഴിമുടക്കാനുള്ള ഗിമ്മിക്രിയാണ്. ഈ കളി കോടതിയിൽ പറ്റില്ല. അപേക്ഷകൾ മുഴുവൻ തള്ളി. 36 മണിക്കൂർ, 36 ദിവസമല്ല കേട്ടോ, 36 ദിവസം 36 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് കാലുപിടുത്തം ആരംഭിച്ചു. ഇനിമേലിൽ ഞാനത് ആവർത്തിക്കില്ല എന്ന് പേർത്ത് പറയാൻ തുടങ്ങി. സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തു, വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്തു. പിൻവലിക്കുന്നതിൽ വീരവാദം മുഴക്കിയതാ. ഇനി ഞാൻ പുറത്തു പോയി, ഇനിയും ഞാൻ അതിജീവിതയുടെ പേരും മേൽവിലാസവും വെളിപ്പെടുത്തി ഞാൻ ഇനിയും പോസ്റ്റ് ഇടും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ. വീരവാദം മുഴക്കിയതാ. എല്ലാം കഴിഞ്ഞു. അഭിനവ് ഗാന്ധി ചമയൽ, വീണ്ടും വീരവാദം, മരണം വരെ നിരാഹാരം. പക്ഷേ അത്യാവശ്യം ചിക്കൽ കാശുള്ള വീട്ടിലായതുകൊണ്ട് ബിഷപ്പിൻ്റെ വിളി എന്താണെന്ന് അറിയില്ലായിരുന്നു ആൾക്ക്. ഏറ്റവും രാമോർത്ത് വാര്യർ തൻ്റെ നവോന്നത വൃത്തത്തിൽ എഴുതിയ വഞ്ചപ്പാട്ടിൽ എഴുതിയിട്ടുണ്ട്, ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖമാണെന്ന്. ഭക്ഷണമെല്ലാം സഹിക്കാം, വസ്ത്രം, റോട്ടി, കപ്പട, മക്കാൻ വീടില്ലെങ്കിലും വല്ല മരത്തിൻ്റെ ചുവട്ടിലും കിടന്നുറങ്ങാം. വസ്ത്രമില്ലെങ്കിലും വല്ല ചാക്ക് വിട്ട് മൂടിയിട്ടോ എവിടെ ആൾക്ക് കിട്ടും. ടർലിൻ ഷർട്ട് കിട്ടില്ലെന്ന് മാത്രം, അല്ലെങ്കിൽ ടെറിക്കോട്ടൻ. പക്ഷേ ആഹാരമില്ലാതെ 24 മണിക്കൂർ കഴിഞ്ഞുകൂടാൻ പറ്റില്ല. ബിഷപ്പിൻ്റെ വിളിയുടെ രൗദ്രഭാവം അറിയുന്നവർ വല്ല കടകളിൽ കയറിയിട്ട് അവിടെ ലൂട്ട് ചെയ്യുമ്പോൾ ഒരാഹാരം, പോലീസ് പോയാലും വേണ്ടില്ല, ജയിലിൽ പോയി അവിടെ ആഹാരം കിട്ടുമല്ലോ. ഏതായാലും ബിഷപ്പിൻ്റെ വിളിയുടെ രൗദ്രഭാവം ഒരു അപരോക്ഷ അനുഭൂതിയായപ്പോൾ പണ്ട് നമ്മുടെ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ നിലവിളിയായി, എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞിട്ട് നിലവിളിയായി. പോലീസുകാർ പാവങ്ങൾ, അവർക്കിതൊക്കെ കുറേ കണ്ടിട്ടുള്ളതല്ലേ ഈ കളികൾ. അവരുടനെ തന്നെ മസാല ദോശ വാങ്ങിച്ചു കൊടുത്തു. 1 അല്ല 2 അല്ല 3 എണ്ണം ഒറ്റയടിക്ക് തിന്നു. വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നോക്കൂ, 24 മണിക്കൂർ ആഹാരം കഴിക്കാതെ നിങ്ങൾ പെട്ടെന്ന് ആഹാരം കഴിച്ചാൽ അത് ഛർദി ഉണ്ടാവും, തലയിറ്റിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാൾക്കൊരു 10 മസാല ദോശയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത്രേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിരാഹാരം കിടക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാകണം. അതും അവസാന കൈയായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൂടെ നിൽക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ വേണം, അണികൾ വേണം. ഒരാൾ നിരാഹാരം കിടക്കുമ്പോൾ അണികൾ അവിടെ തകർക്കണം, അവിടെ ഭരണകൂടങ്ങളിങ്ങനെ ഇളകണം, സിംഹാസനങ്ങളിനെ വിറകൊള്ളണം. ഇതൊന്നും ഉണ്ടായില്ല. ഏതോ ഒരുത്തൻ്റെ ഗർഭത്തിൻ്റെ പേരിൽ
പീഡനത്തിൻ്റെ പേരിൽ എവിടെ നടന്നതാ, എന്ന് നടന്നതാ, ഇതൊന്നും കണക്കിലെടുക്കാതെ ചാടി വീണു. അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിൽ പോയി. ആർക്ക് ഛേദം, ആർക്ക് ഛേദം? ഇനി ഇവിടെ പോയിട്ട് ആഹാരം കഴിക്കില്ല, ആർക്ക് ഛേദം, ആർക്ക് ഛേദം? ആഹാരം കഴിക്കണ്ട. ഈ ജയിലിലൊരു പരിപാടിയുണ്ട്. ഉണ്ണാവൃതം നടത്തുന്ന ആളാണെങ്കിൽ പോലും ഈ ആഹാരം കഴിക്കാൻ എല്ലാവരും പുറത്തിറങ്ങണം. ആ കൂട്ടത്തിൽ ഉണ്ണാവൃതക്കാരനും പുറത്തിറങ്ങണം. കാരണം ഡോർ തുറന്നു കിടക്കല്ലേ, അപ്പം അയാളും പുറത്തിരിക്കണം. അപ്പം അയാളുടെ അപ്പുറത്ത് നിരനിരയായിട്ട് ആൾക്കാരിരുന്ന് പുട്ടടിക്കുന്നു, അയാളുടെ ഇപ്പുറത്തും നിരനിരയിരുന്ന് ആൾക്കാർ ആഹാരം കഴിക്കുന്നു, അയാളുടെ മുമ്പിലിരുന്ന് തട്ടി വീഴുന്നു. അപ്പോൾ ജയിൽ പുള്ളികളൊക്കെയാണല്ലോ അത്യാവശ്യം മിടുക്കന്മാർ. അപ്പം ഇയാളുടെ മുമ്പിൽ വെച്ച് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കും. അതൊരു ടാക്ടിക്സാണ്, ജയിൽ അധികൃതരുടെ ടാക്ടിക്സാണ്. എന്തായാലും അയാളുടെ വക്കാലത്ത് വാങ്ങിച്ച് പൈസ വാങ്ങിച്ച് വക്കീൽ പറഞ്ഞ പോലെ ഇയാൾ അത്ര വലിയ മന്ദബുദ്ധി അല്ല കേട്ടോ, അത്രയ്ക്ക് മന്ദബുദ്ധിയൊന്നുമല്ല. 36 മണിക്കൂറിൻ്റെ കാര്യം മനസ്സിലായി. പട്ടിണി കിടന്നാൽ വയറൊട്ടും, പട്ടിണി കിടന്നാൽ പണി കിട്ടും, അതറിയാനുള്ള ബുദ്ധി ആൾക്കുണ്ട്. ഉടനെ തന്നെ പറഞ്ഞു എനിക്ക് വിശക്കണു. ഇനി ഇയാളൊരു കാര്യം മനസ്സിലാക്കണം, പുറത്ത് വന്നാൽ അയാൾക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല. അതുപോലെയുള്ള അവസ്ഥയാണ് ഇപ്പം അയാളുടേത്. പണ്ഡിറ്റ് അവതാരകനോട് ഞാൻ ചോദിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരെ ചർച്ചയ്ക്ക് വെക്കുന്നത്, സംവാദങ്ങൾ കൊണ്ടുവരുന്നത്? അപ്പം അയാൾ പറഞ്ഞത്, സ്വാമി അങ്ങനെ ഇപ്പോൾ ചാനലുകളിലില്ല അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ആയിട്ട് അവിടെ നേതാവാണ് അദ്ദേഹം പറഞ്ഞത്, സ്വാമി ചോദിച്ച ചോദ്യത്തിന് ഒറ്റ സെൻറ്റൻസ് ഞാൻ മറുപടി പറയാം, സർക്കസ് ആവുമ്പോൾ കോമാളി വേണ്ടേ? അവതാരകൻ പറഞ്ഞ് ആ കോമാളി, ഇയാളൊരു കോമാളി തന്നെ എന്നിപ്പോൾ ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഈ നമ്പൂരി വഷളത്വവും പറഞ്ഞ് മറ്റുള്ളവരെ ചെവി പൊട്ടിക്കുന്ന രീതിയിലുള്ള ചലക്കൽ, വലിയ ചലക്കലാണ്, ഇങ്ങനെയാണല്ലോ അയാൾ പറയുക. നമ്മൾ ഈ മറ്റേ പണ്ട് റെക്കോർഡുണ്ടായിരുന്നു, അത് ഒത്തിരി സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, നല്ല പാട്ടായിരിക്കും അതിനകത്ത് വരിക. എന്തായാലും പറയുക, ശബരിമലയിൽ തങ്ക, ആ സമയത്ത് ഇതിൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ ശബരി, അതുപോലത്തെ ശബ്ദം ഇയാളുടെ 30 സെക്കൻഡ് തരുമെന്നും പറഞ്ഞ് ആ ചലക്കലുമായിട്ട് ഏഭ്യത്തരം പറയാൻ ചാനലുകളിൽ വരരുത്. ഇത് ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണത്, ടി വി കാണുന്നവരൊരു അഭ്യർത്ഥനയാണിത്. ഇനി അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ഈ കുണ്ടമൻ ഗാന്ധിയുടെ മുഖം കണ്ടാൽ കിട്ടിയ വടിയെടുത്ത് തല്ലിപ്പൊട്ടിക്കും. എന്ത് തല്ലിപ്പൊട്ടിക്കും? അവരവരുടെ ടെലിവിഷൻ തല്ലിപ്പൊട്ടിക്കും. ആ സമയത്ത് ഭ്രാന്ത് കയറിയ സ്വന്തം ടെലിവിഷനാണ് 46,000 രൂപയ്ക്ക് വാങ്ങിച്ചതെന്ന് നോക്കില്ല, ചിലപ്പോൾ തല്ലിപ്പൊട്ടിക്കും. അതുകൊണ്ട് ഇതൊരു അഭ്യർത്ഥനയാണ്. ഇനിയും ഈ വീട്ടിൽ അലുവ കൊണ്ടുവന്ന് അലമ്പുണ്ടാക്കരുത്.